ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ നിന്നായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം, തെലുങ്ക്, ഹിന്ദി ചിത്രങ്ങളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2026 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നല്ലോ സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രത്തിലെ ബോർഡർ 2 എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സണ്ണി ഡിയോളിനൊപ്പം തന്നെ വരുൺ ധവാൻ കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അനുരാഗ് സിംഗ് ആയിരുന്നു. 464 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്ത ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും ഹിന്ദി പതിപ്പും മാത്രമാണ് ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പേര്. സൈജി കുറുപ്പ്, സണ്ണിവേൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെ ചിത്രമായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിൽ മികച്ച റെസ്പോൺസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഫെബി ജോർജാണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കി ചിത്രം ഇന്നത്തെ സ്ട്രീമിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് OTT പ്ലാറ്റ്ഫോമിൽ റിലീസിലെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ സീതാ പൈന എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് തെലുങ്ക് ചിത്രമാണ്. തമിഴിന്റെ ആക്ഷൻ കിങ് അർജുൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സീതാ പൈന എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നേ. ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നിരഞ്ജൻ, സുധന്ദ്ര, അതോടൊപ്പം ഐശ്വര്യ, അർജുൻ തുടങ്ങിയവരായിരുന്നു. സൺനെക്സ്റ്റ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങിയ 4ഓളം ഭാഷകളിലായിട്ടാണ് ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് മലയാളത്തിൽ നിന്നും ഒരു വെബ് സീരീസ് കൂടി റിലീസിലെത്തിയിട്ടുണ്ട്. കാസർഗോഡ് എംബസി എന്നാണ് വെബ് സീരീസിന്റെ പേര്. മാർക്കോ, ടർബോ തുടങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതനായിട്ട് മാറിയ കബീർ സിംഗ് ദുഹാനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രം അധീഷ് M. നായർ ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിൽ കബീർ ദുഹാൻ സിംഗിനോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും അബു സലിം, ഗോവിന്ദ് ഭായ്, അപർണ ശ്രീകുട്ടി, ഉമാ നായർ, റോണി ഡേവിഡ് രാജ്, ദീപക് പർമർ തുടങ്ങിയവരായിരുന്നു ഈ ഒരു വെബ് സീരീസ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസിന്റെ OTT റൈറ്റ്സ് C5 സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ C5 ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ്. ഷാഹിദ് കപൂർ കേന്ദ്ര കഥാപാത്രത്തെ ഓ റോമിയോ എന്ന് പറയുന്ന സിനിമയാണ്. 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് സ്വന്തമാക്കി ഈ വരുന്ന ഏപ്രിൽ മാസം 10-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തമിഴിൽ നിന്നും 2 ചിത്രങ്ങളാണ് വരുന്ന ആഴ്ച സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം രാധിക ശരത് കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന തായ് കിളവി എന്ന് പറയുന്ന സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്ന ചിത്രം മാർച്ച് മാസം 26-ന് OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്തും. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിജയവും 50 കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തമിഴിൽ നിന്നും എത്തുന്ന മറ്റൊരു ചിത്രം വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമെത്തുന്ന കാട്ടാൻ എന്ന് പറയുന്ന സിനിമയാണ്. ബോക്സ് ഓഫീസ് പരാജയം ഏറ്റുവാങ്ങിയ കാട്ടാൻ ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കി മാർച്ച് മാസം 27-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹിന്ദിയിൽ നിന്നും ഒരു ചിത്രം വരുന്ന ആഴ്ച റിലീസ് നടത്താൻ പോകുന്നുണ്ട്. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമെത്തിയ മർദാനി 3 എന്ന് പറയുന്ന സിനിമയാണ്. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആശകളായിരുന്നു എന്ന് പറയുന്ന ജയറാം കാളിദാസ് ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. C5 OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം മാർച്ച് മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യമോ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന വിനായക് ബുദ്ധ എന്ന് പറയുന്ന ജയൻ നമ്പ്യാർ അണിയിച്ചൊരുക്കിയ പൃഥ്വിരാജ് ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമാകുന്നുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ്, ജിയോ ഹോട്ട്സ്റ്റാർ തുടങ്ങിയവർ OTT ഡീറ്റെയിൽസ് സംസാരിച്ചെന്നും എന്നാൽ നിലവിൽ ഇതുവരെ ഒരു കൺഫേം ആയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായതുകൊണ്ട് മാത്രമാണ് ചിത്രത്തിന്റെ OTT റിലീസ് നീണ്ടു പോകുന്നത്. ഒരുപക്ഷെ നമുക്ക് മാർച്ച് മാസം ലാസ്റ്റ് ഏപ്രിൽ മാസമായിട്ട് വിനായക് ബുദ്ധ OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതേസമയം നിരവധി നാളുകളായിട്ട് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രാമചന്ദ്ര ബോസ് ആൻഡ് കോ, അതോടൊപ്പം ബാന്ദ്ര, തങ്കമണി, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ ഒന്നും തന്നെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭ്യമായാൽ നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.